Okay. Yes, sir. Okay, fine. Thank you. Built-up columns. So, ഒരു intro ആയിട്ട് പറയുവാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമുക്ക് മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു സിംഗിൾ ചാനലോ അല്ലെങ്കിൽ സിംഗിൾ ആംഗിളോ സിംഗിൾ ഐ സെക്ഷനോ ആണ്. നമുക്ക് ഒരു കോളേജിൽ ആക്ട് ചെയ്യുന്ന ലോഡ് വളരെ ഹെവി ആണ്, ലൈക്ക് വലിയ ഹെവി ലോഡ് ആണെങ്കിൽ നമുക്കൊരു സിംഗിൾ ആംഗിളോ അല്ലെങ്കിൽ ചാനലോ വെച്ചിട്ട് ലോഡ് ബെയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കേസസിലാണ് നമ്മൾ 2-3 ഇൻഡിവിജ്വൽ സ്റ്റീൽ മെമ്പറിനെ ജോയിൻ ചെയ്തിട്ട് ഒരു ബിൽട്ടപ്പ് കോളത്തിലേക്ക് വരുന്നത്. അത് ഫ്രം സിമ്പിൾ 2 ആംഗിള് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം, 4 ആംഗിള് ജോയിൻ ചെയ്യാം, 2 ചാനൽ സെക്ഷൻ ജോയിൻ ചെയ്യാം, 2 ഐ സെക്ഷൻ ജോയിൻ ചെയ്യാം. സോ എനിത്തിങ് ക്യാൻ ബി ജോയിൻ ടു മേക്ക് എ റിക്വയർഡ് സെക്ഷൻ. സോ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ 2 മെമ്പർ വേണമെങ്കിൽ തമ്മിൽ വെൽഡ് ചെയ്തിടാം. പക്ഷെ വെൽഡിങ്ങിനേക്കാൾ കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത് ലാറ്റിസ്ഡ് കോളംസ് ആണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ദ ബിൽട്ടപ്പ് കോളംസ് ആൻഡ് ദിസ് കോൾഡ് ആസ് ലാറ്റിസ്ഡ് കോളംസ്. ഞാൻ അതൊരു ഫിഗർ കാണിക്കാം, അപ്പൊ ഇതിന് ക്ലാരിറ്റി ഉണ്ടാവും ഞാൻ വായിക്കുന്നതിന്. ഓക്കെ, ഈ ഒരു ഫിഗർ നോക്കിയാൽ മതി. നോക്കിക്കഴിഞ്ഞാൽ ഇത് 2 ചാനൽസ് ആണ്, ചാനൽ 1 ആൻഡ് ചാനൽ 2. സോ ഈ ചാനൽ 1ഉം ചാനൽ 2ഉം ഒരു സിംഗിൾ മെമ്പർ ആയിട്ട് ആക്ട് ചെയ്യണം. അപ്പോൾ in this case we are spacing the channel 1 and channel 2 by a distance. ഇത്ര ഡിസ്റ്റൻസ് നമ്മൾ സ്പേസ് ചെയ്തിട്ട് we are providing some joinings. ഇങ്ങനെ കുറച്ച് സ്ട്രിപ്സ്, സ്റ്റീൽ സ്ട്രിപ്പ് പ്രൊവൈഡ് ചെയ്യും. ഇതിനെ പറയുന്നത് ലേസ്ഡ് ബാർ എന്നാണ്. സോ ഈ ലേസ്ഡ് ബാർ ബേസിക്കലി യൂസ് ചെയ്യുന്നത് ഈ 2 ചാനൽ 1നെയും ചാനൽ 2നെയും ഹോൾഡ് ചെയ്ത് ഒരു സിംഗിൾ മെമ്പർ ആക്കി നിർത്താനാണ് ഇതേപോലത്തെ ലേസ്ഡ് ബാർസ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വേറൊരു ഓപ്ഷനാണ് ബാറ്റൻഡ് കോളംസ്. ഇതേപോലെ മുമ്പത്തെ കേസ് ഒരു സ്റ്റീലിന്റെ ഒരു സ്ട്രിപ്പാണ് യൂസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പ്ലേറ്റും യൂസ് ചെയ്യാം. സോ ഒരു ഇന്റർവെല്ലിൽ നമ്മൾ ഇതേപോലെ പ്ലേറ്റ്സ് പ്രൊവൈഡ് ചെയ്ത് 2 ചാനലും ആ പൊസിഷനിൽ ഹോൾഡ് ചെയ്യും. സോ ഇതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. കം ടു ദി ഇൻട്രൊഡക്ഷൻ. സോ ലാറ്റിസ്ഡ് കോളംസ്. സോ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ റോൾഡ് സ്റ്റീൽ സെക്ഷൻസ് ഇസ് ലിമിറ്റഡ്. ഞാൻ പറഞ്ഞു, ഒരു ആംഗിൾ സെക്ഷനോ അല്ലെങ്കിൽ ചാനലോ മാത്രമേ മാർക്കറ്റിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ലോഡ് കൂടുതലാണെങ്കിൽ വേറെ ഓപ്ഷൻസ് നോക്കേണ്ടി വരും. When special shape or large radius of gyration is required in 2 different directions, a built-up section is fabricated. ഒരു കാര്യം നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കോളം ഡിസൈൻ ചെയ്തപ്പോൾ നമ്മൾ RZഉം RYയും ഫൈൻഡ് ചെയ്തു. അതായത് 2 ഡയറക്ഷനിലുള്ള സ്ലെൻഡർനെസ് റേഷ്യോ ഫൈൻഡ് ചെയ്തു. എന്നിട്ട് ഏറ്റവും ഹയസ്റ്റ് സ്ലെൻഡർനെസ് റേഷ്യോ ആണ് നമ്മൾ എടുത്തത്. ബിക്കോസ് അതാണ് കൂടുതൽ ബെൻഡ് ചെയ്യുമെന്ന പോസിബിലിറ്റിയിൽ. അപ്പൊ നമുക്ക് പറ്റുവാണെങ്കിൽ, അതായത് RZ അല്ലെങ്കിൽ 2 ഡയറക്ഷനിലെയും സ്ലെൻഡർനെസ് റേഷ്യോ ഈക്വൽ ആക്കി കഴിഞ്ഞാൽ അത് മാക്സിമം കപ്പാസിറ്റി കിട്ടും. ഒരു ഇത്തിരി എളുപ്പം പറയുവാണെങ്കിൽ, ഇപ്പൊ ഒരു ഡയറക്ഷനിലെ Y ഡയറക്ഷനിലെ സ്ട്രെങ്ത് 100 കിലോമീറ്റർ ആണ്, Z ഡയറക്ഷനിലെ സ്ട്രെങ്ത് 150 ആണെങ്കിൽ അത് 100ൽ ഫെയിൽ ആവും. അപ്പൊ നമ്മൾ Y ഡയറക്ഷനിലെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്ത് ഒരു 150 എത്തിച്ചു കഴിഞ്ഞാൽ 2 ഡയറക്ഷനിലും ഒരേപോലെ സ്ട്രെങ്ത് ഉണ്ട്, റൈറ്റ്? അപ്പൊ ആ ഒരു അഡ്വാൻസ്മെന്റ്, അതായത് സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് ലാറ്റിസ് കോളത്തിലേക്ക് വരാൻ പറ്റും. അതാണ് പറയുന്നത്. When special shape or large radius of gyration is required in 2 different directions, a built-up section is fabricated. For economical design, very important. For a heavily loaded long column, the least radius of gyration, ഞാൻ പറഞ്ഞ ലീസ്റ്റ് RY ആണ് ലീസ്റ്റ് എങ്കിൽ RY should be increased to the RZ so that the strength will be same in all the directions. To achieve this, the sections are kept away from the centroidal axis. So നമ്മൾ കണ്ടു 2 ചാനൽ ഒരു ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യും, and they are connected by some connecting systems known as lattice system. So connecting systemത്തിന്റെ ജനറൽ ടൈറ്റിൽ ആണ് ലാറ്റിസ് സിസ്റ്റം. ലാറ്റിസ് തന്നെ 2 രീതിയിലുണ്ട്. ഒന്ന് ലേസ്ഡ് ബാറും, ലേസ്ഡ് ബാർ നമ്മൾ കണ്ടു സ്റ്റീൽ സ്ട്രിപ്പ്, അതേപോലെ ബാറ്റൻസ്. So we'll see what are the various lattice systems. The commonly used lattice are lacing bar, നമ്മളിപ്പോൾ കണ്ട സ്റ്റീലിന്റെ സ്ട്രിപ്സ് ആണ്, അതേപോലെ പാറ്റൻ പ്ലേറ്റ്സ്, കണ്ട പ്ലേറ്റ്സ്, and then we have a combination of lacing as well as the battens, and advanced one is the perforated cover plates. So we will see the laced column. So എന്തുകൊണ്ടാണ് ഈ 2 ചാനലും ഈ ഒരു സ്പേസ് കീപ്പ് ചെയ്യുന്ന ആർക്കും പറയാമോ? എന്തിനാ ഇതിന്റെ ആവശ്യം എന്ന് പറയാമോ ആർക്കെങ്കിലും?
ഒരു സിമ്പിൾ ആയി പറയുവാണെങ്കിൽ എന്തുകൊണ്ട് രണ്ട് ചാനലും ഒരുമിച്ച് വെച്ചില്ല, ഒരു ഗ്യാപ്പ് അതിൽ പ്രൊവൈഡ് ചെയ്തു? എനിവൺ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും നമ്മൾ എന്തിനാണ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്, ചിന്തിച്ചാൽ മനസ്സിലാവും എന്തിനാണ് ആ ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്തത്. സർ ഇപ്പൊ പറഞ്ഞ പോലെ RX RYയും ഈക്വൽ ആവാൻ വേണ്ടിയിട്ട് അതെ, ഇത്തിരി സിമ്പിൾ ആയിട്ട് പറഞ്ഞ എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റും? ആൻഡ്രോയിഡിന്ന് നീക്കി വെക്കുന്ന പോലെ. യാ കറക്റ്റ്. അതായത് ഇപ്പോ ഇതില് ചാനൽ സെഷൻ ആണെങ്കിൽ ഒരു മേജർ ആക്സിസ് ഉണ്ട്, ഒരു മൈനർ ആക്സിസ് ഉണ്ട്, റൈറ്റ്? സോ മൈനർ ആക്സിസിന്റെ കപ്പാസിറ്റി കുറവായിരിക്കും. തിങ്ക് ദാറ്റ് ആർ വൈ ആണ് മൈനർ എന്ന് തിങ്ക് ചെയ്യുക, ആർ എസ് ഹൈ ആണ് തിങ്ക് ചെയ്യുക. നമുക്കറിയാം ആർ ഈസ് എ റേഡിയസ് ഓഫ് ഗൈറേഷൻ, ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ബൈ ഇ. സോ ഈ കേസിൽ ഏരിയ എപ്പോഴും കോൺസ്റ്റന്റ് ആണ്, ഏരിയ ചേഞ്ച് ആവുന്നില്ല. ഇതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നെന്ന് വെച്ചിട്ട് ഏരിയ ചേഞ്ച് ആവില്ല, ബട്ട് വി ക്യാൻ ഇൻക്രീസ് ദ ഐ വാല്യൂ, മൊമെന്റ് ഓഫ് ഇനേഷ്യ. സോ ഇങ്ങനെ രണ്ട് ചാനൽസ് ഒരു സെപ്പറേഷനിൽ വെക്കുമ്പോൾ എബൌട്ട് ദി സെൻട്രോയിഡ് വരുമ്പോൾ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടുതലാണ്. ഇപ്പൊ ക്ലിയർ ആണോ? അത് സിമ്പിൾ മെക്കാനിക്സ് ആണത്. ഓക്കെ അല്ലേ? സോ നമുക്കിത് സെപ്പറേറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് കൂടുതൽ എഫക്റ്റീവ് സെക്ഷൻസ് കിട്ടും. ബട്ട് സ്റ്റിൽ ഇത് രണ്ടും ഇൻഡിവിജ്വൽ മെമ്പർ ആയതുകൊണ്ട് നമുക്കിത് കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ കണക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞ ലേസ്ഡ് സ്ട്രിപ്സ് അല്ലെങ്കിൽ ലേസിങ്സ് അല്ലെങ്കിൽ ബാറ്റൺസ്. സോ ഫോക്കസിങ് ഓൺ ദ ലേസ് കോളംസ് നോക്കാം. ലെഫ്റ്റ് സൈഡ് ലേസിംഗ് ഓൺ ഫേസ് എ. ഇപ്പോ ശരിക്കും രണ്ട് ഡയറക്ഷനിൽ നമുക്ക് ലേസിംഗ് പ്രൊവൈഡ് ചെയ്യണം. അതായത് ഇവിടെ ഈ സൈഡിലും ബാക്കിലും പ്രൊവൈഡ് ചെയ്യണം ഫോർ ദ എഫക്റ്റീവ് ജോയിനിങ് ഓഫ് ടു ചാനൽ സെക്ഷൻസ് ഇൻ ദിസ് കേസ്. സോ ലേസിംഗ് ഓൺ ഫേസ് എ ഇതേപോലെ വരും. അതായത് ഒരു സ്റ്റീൽ സ്ട്രിപ്പ് ഇപ്പൊ ഒരു ചാനലിന്റെ മിഡിലിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത ചാനലിന്റെ മിഡിലേക്ക് അവിടെ നിന്ന് വേറെ കണ്ടിന്യൂഷൻ വരും. അപ്പോൾ ഇൻഡിവിജ്വൽ സ്ട്രിപ്സ് എല്ലാം വരുന്നത്. അപ്പൊ എന്നിട്ട് ഒരു സ്ട്രിപ്പിന്റെ എൻഡ് നമുക്ക് ഐദർ ബോൾട്ടോ അല്ലെങ്കിൽ വെൽഡ് ചെയ്യാറില്ല, പൊതുവെ റിവറ്റ് അല്ലെങ്കിൽ ബോൾട്ട് ചെയ്തിട്ട് ചാനലിലേക്ക് അറ്റാച്ച് ചെയ്യും. അങ്ങനെയാണ് അതിന്റെ ഒരു അറേഞ്ച്മെന്റ് വരുന്നത്. ലേസിംഗ് ഓൺ ഫേസ് എ, സിമിലർലി ലേസിംഗ് ഓൺ ഫേസ് ബി. സോ ഇതാണ് ഒരു പ്രിഫേർഡ് ലേസിംഗ് അറേഞ്ച്മെന്റ്. ഇതിനെ പറയുന്നത് സിംഗിൾ ലേസ്ഡ് സിസ്റ്റം എന്നാണ്. അതായത് ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ മാത്രം പോകുന്നതിനെ സിംഗിൾ ലേസ്ഡ് സിസ്റ്റം എന്നും ക്രോസ് ആയിട്ട് വരുന്നതിനെ ഡബിൾ ലേസ്ഡ് സിസ്റ്റം എന്നും പറയും. അപ്പോൾ സിംഗിൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനും അറേഞ്ച്മെന്റ് സെയിം തന്നെയാണ്, പക്ഷെ ക്രോസ് ആയിട്ടും ലേസിംഗ് ബാർ വരും. അതേപോലെ തന്നെ ഇതിന്റെ മിഡിലും ജോയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇത് തമ്മിലൊരു എന്താ പറയുക ഒരു ഇതുണ്ടാവില്ല, ഇവിടെ രണ്ടും തമ്മിൽ. അപ്പൊ നമുക്ക് ഇതിന്റെ ലേസിംഗ് ബാറിന്റെ മിഡിൽ നമ്മൾ ബോൾട്ട് അല്ലെങ്കിൽ റിവറ്റ് ചെയ്യാറുണ്ട്. സോ ഇതാണ് രണ്ട് ടൈപ്പ് ഓഫ് ലേസിംഗ് അറേഞ്ച്മെന്റ്, സിംഗിൾ ലേസ്ഡും ഡബിൾ ലേസ്ഡ് സിസ്റ്റവും. സിമിലർലി വി ഹാവ് ദ ബാറ്റൺ കോളം. ബാറ്റൺ കോളത്തിലും നമ്മളൊരു പ്ലേറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ലേസിംഗ് ബാർ അല്ല, ഒരു പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് ലൈക്ക് ഇറ്റ് വിൽ ബി ബോൾട്ടഡ് ഓൺ ദ ചാനൽസ്. ആൻഡ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ത്രൂ ഔട്ട് ദ ലെങ്ത് വേണ്ട, അതുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് എത്ര ഇന്റർവെല്ലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സോ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ബാറ്റൺസ് ആർ ഇൻഡിക്കേറ്റഡ് സി. ഇതൊക്കെ ഡിസൈനിൽ വരുന്നതാണ് ഈ ടെർമിനോളജി ഒക്കെ, സി ഒക്കെ. സോ ഇത് അതിന്റെ ഒരു 3D വ്യൂ ആണ്. അപ്പൊ ഇതിൽ രണ്ട് ചാനൽസ് നമുക്ക് കാണാം. രണ്ട് ചാനലിന് ഒരു എൻ പാറ്റേൺ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഇന്റർമീഡിയറ്റ് പാറ്റേൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലെങ്ത് അനുസരിച്ച് നമ്പർ ഓഫ് പാറ്റേൺസ് കൂടും, അതേപോലെ സൈസും മാറ്റർ ചെയ്യും എത്ര ഇന്റർവെൽ പ്രൊവൈഡ് ചെയ്യണം. സോ ദ പാറ്റേൺ കോളം സെഷൻ ചാനൽ ബാക്ക് ടു ബാക്ക് കണക്റ്റഡ് ബൈ ദ പാറ്റേൺസ്. ഇനി ലാറ്റിസ്ഡ് കോളത്തിന്റെ കുറച്ച് മെയിൻ കാര്യങ്ങൾ. അതായത് ലേസിംഗ്സ് ആൻഡ് പാറ്റേൺസ് ആർ നോട്ട് ദ ലോഡ് ക്യാരിങ് മെമ്പേഴ്സ്. ഒരിക്കലും ഈ പ്ലേറ്റോ അല്ലെങ്കിൽ മുന്നേ ഉള്ള ഈ ഒരു ലേസിങ്സ് ഈ കോളത്തിൽ ആക്ട് ചെയ്യുന്ന ലോഡ്സ് എടുക്കില്ല. ലേസിങ്സ് ആൻഡ് പാറ്റേൺസ് ആർ നോട്ട് ദി ലോഡ് ക്യാരിങ് മെമ്പേഴ്സ്. ദെയർ പ്രൈമറി ഫംഗ്ഷൻസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ടു ഹോൾഡ് ദ മെയിൻ മെമ്പേഴ്സ്, രണ്ട് മെമ്പറും തമ്മിൽ ജോയിൻ ചെയ്ത് ഒരുമിച്ച് നിർത്താൻ, ഡിഫറെന്റ് റോൾഡ് സ്റ്റീൽ സെക്ഷൻസ് ഇൻ ദെയർ റിലേറ്റീവ് പൊസിഷൻ. ഇതാണ് ശരിക്കും ഇതിന്റെ ഒരു പ്രൈമറി ഫംഗ്ഷൻ വരുന്നത്. ടു ഈക്വലൈസ് ദ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദം. പ്രോപ്പർ ആയിട്ട് രണ്ട് കോളത്തിലേക്കും ലോഡ് പോകുന്ന രീതിയിൽ, ഒരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് കോളത്തിലേക്ക് ഈക്വൽ ആയിട്ട് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാനാണ് ഈ നമ്മൾ ലേസിങ്സ് യൂസ് ചെയ്യുന്നത് ഇൻ ജനറൽ. ദ ലാറ്റിസ് മസ്റ്റ് ബി ഏബിൾ ടു റെസിസ്റ്റ് ദ സ്ട്രെസ്സസ്. പക്ഷെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോഴും
കുറച്ച് സ്ട്രെസ്സസ് വരും. അതിൽ സ്ട്രെസ്സസ് ഇമ്പോർട്ടന്റ്. എക്സ്റ്റേണൽ ട്രാൻസ്വേഴ്സ് ലോഡ് ഓൺ ദ കോളം. ഇത് പറയുവാണെങ്കിൽ ഇപ്പൊ ഈ കോളത്തില് വെർട്ടിക്കൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞത് 2 ചാനലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. ബട്ട് ഒരു ലാറ്ററൽ സൈഡ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ സൈഡിൽ നിന്ന് ഒരു ആരോ മാർക്ക് ലൈക്ക് ഒരു ലോഡ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇതിന്റെ ലോഡിന്റെ ഒരു പാർട്ട് ഈ ഒരു സ്ട്രിപ്പിലേക്ക് പോകും. ലെഫ്റ്റിൽ നിന്നാണ് ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഒരു ഭാഗം ഈ സ്ട്രിപ്പിലേക്ക് പോകും. സപ്പോസ് റൈറ്റിൽ നിന്നാണെങ്കിൽ ഈ സ്ട്രിപ്പിലേക്ക് പോകും. ഇത് ഞാൻ ഒന്ന് നമുക്കിപ്പോ ഇങ്ങനെ ഒരു 2 ബാർ ഉണ്ട്. ഇതെടുത്താൽ മതി ലൈസിങ് സൈഡ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്കിപ്പോ ഒരു ലാറ്ററൽ ലോഡ് ഇങ്ങനെ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റിൽ നിന്നുള്ള ലോഡ് കുറച്ച് ഭാഗം ഇങ്ങനെയുള്ള, അതായത് ഈ ക്രോസിൽ ഒരു ലൈസിങ് ബാറിലേക്ക് പോകും. സപ്പോസ് നമ്മുടെ ലോഡ് ആക്ട് ചെയ്യുന്നത് ലൈക്ക് ഫ്രം ദ റൈറ്റ് ആണെങ്കിൽ ഈ ലോഡ് പോകുന്നത് ഈ ലൈസിങ് ബാറിലേക്കായിരിക്കും. അപ്പോൾ ട്രാൻസ്വേഴ്സ് ലോഡിന്റെ കുറച്ച് എഫക്റ്റ് ലൈസിങ് ബാറിലേക്ക് വരുന്നുണ്ട്. പിന്നെന്താണ് ഡിഫ്ലക്റ്റഡ് ഷേപ്പ് ഓഫ് ദ കോളം. ബേസിക്കലി ഇതിപ്പോ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്ന കേസാണ് പറയുന്നത്. ഇപ്പൊ സപ്പോസ് ഈ കോളം വെർട്ടിക്കൽ ലോഡ് വന്നിട്ട് അത് സപ്പോസ് ഒന്ന് ബെൻഡ് ചെയ്യുവാണ്. ബെൻഡ് ചെയ്യുമ്പോഴും ഇതിലേക്ക് കുറച്ച് സ്ട്രെസ് ആക്ട് ചെയ്യും. അതിപ്പോ ആക്ട് ചെയ്ത ലോഡ് പോലെ തന്നെ കുറച്ച് സ്ട്രെസ് അധികം ഈ ഒരു ലേസിംഗ് ബാറിലേക്ക് പാറ്റേൺസിലേക്ക് ആക്ട് ചെയ്യും. ദെൻ ഷോർട്ടനിങ് ഓഫ് ദ മെയിൻ സെഗ്മെന്റ്. മെയിൻ സെഗ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പോർഷൻസ് ആണ്. ഈ ഇൻ ബിറ്റ്വീൻ ഉള്ള ഈ പോർഷൻസ്. ഇത് ശരിക്കും സപ്പോസ് ഈ ഒരു മെമ്പർ ഒരു ഇനീഷ്യൽ ലെങ്ത് ഉണ്ട്, ഇത് കംപ്രസ്ഡ് ആയി ഷോർട്ടൻ ചെയ്യുമ്പോൾ ഇതിന്റെ ആ ഷോർട്ടനിങ് എഫക്റ്റ് കുറച്ച് ഈ ലേസിംഗ് ബാറിലേക്കും വരും. അപ്പൊ ശരിക്കും സെക്കൻഡറി എഫക്റ്റ് ആണ്. ഡയറക്റ്റ് ആയിട്ട് ലേസിങ്സ് ലോഡ് ക്യാരി ചെയ്യില്ല. ബട്ട് ട്രാൻസ്വേഴ്സ് ലോഡോ അല്ലെങ്കിൽ എന്താ ഈ കോളം ബെൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഈ മെമ്പർ ഷോർട്ടൻ ചെയ്യുമ്പോഴൊക്കെ സെക്കൻഡറി ആയിട്ട് കുറച്ച് ലോഡ്സ് ലേസിംഗിലേക്ക് വരും. സോ അതുകൊണ്ടാണ് നമുക്ക് ഡിസൈനിന്റെ ആവശ്യം വരുന്നത്. അങ്ങനെ സെക്കൻഡറി ലോഡ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. Then the shortening of main segment, crushing induced by the curvature of the column. അത് കോളം ഇനിഷ്യലി ഒരു കർവിലാണെങ്കിൽ അതനുസരിച്ചുള്ള ലോഡ്സിലേക്ക് ആക്ട് ചെയ്യും. സോ നമുക്ക് ഇതിന്റെ വേരിയസ് ഫെയിലിയർ മോഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ക്ലാരിറ്റി ഉണ്ടാവും. ഒരു കേസിൽ ലേസിംഗ് ഇസ് പെർഫെക്റ്റ്. അപ്പോൾ ഈ കോളം ആകെ കൂടെ ഒന്ന് ബെൻഡ് ചെയ്യും. അത് സാധാ കോളത്തിന്റെ ബക്ലിംഗ് പോലെ അല്ലെങ്കിൽ കോളത്തിന്റെ ബെൻഡിങ് പോലെ. ഫെയിലിയർ ഓഫ് കോളം ആസ് എ ഓൾ ഫുൾ ആയിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്യും. ലേസിംഗ്സ് ഒന്നും ഫെയിൽ ആവില്ല. അത് ഒരു ടൈപ്പ് ഓഫ് ഫെയിലിയർ. സെക്കൻഡ് ഫെയിലിയർ ഈസ് ദ ഫെയിലിയർ ഓഫ് മെയിൻ കമ്പോണന്റ്. മെയിൻ കമ്പോണന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേസിംഗ്സ് വിൽ ബി സ്ട്രോങ് ആൻഡ് ദ പോർഷൻ ബിറ്റ്വീൻ ദ ലേസിംഗ്സ്, ഈ മെയിൻ മെമ്പറിന്റെ ഈ ഒരു പോർഷൻ മാത്രം ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഈ ഒരു ബെൻഡിങ് വരുമ്പോൾ ഇതിന്റെ ഒരു എഫക്ട് ശരിക്കും ഈ ലേസിംഗ്സിലേക്ക് ആക്ട് ചെയ്യും. അതൊരു ഫെയിലിയർ മോഡാണ്. പിന്നെ ഒരു കേസ് ഉള്ളത് ഫെയിലിയർ ഓഫ് ദ ലേസിംഗ് ആണ്. അപ്പൊ ലാറ്ററൽ ലോഡ് വരുമ്പോൾ നമ്മൾ സൈഡ് ലോഡ് വരുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്തില്ലെങ്കിൽ ലേസിംഗ്സ് ഫെയിൽ ആവും. ലേസിംഗ്സ് ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 മെമ്പറും ഇൻഡിപെൻഡന്റ് ആക്ട് ചെയ്യും. അതൊരു അതിന് തമ്മിലൊരു ഒരുമ ഉണ്ടാവില്ല. ലൈക്ക് ഇറ്റ് വിൽ ബി ആക്ടിങ് ആസ് ഇൻഡിപെൻഡന്റ്. സോ ദാറ്റ് ദ ടോട്ടൽ കൊളാപ്സ്. And then the last option is the last failure mode is the distortion of the cross section. So ഇതിനെ ഒരു ഇത് കാണിച്ചിട്ടുണ്ട്. അതായത് ട്വിസ്റ്റ് ചെയ്യുന്നത്. സെക്ഷൻ ബെൻഡ് ചെയ്യില്ല, പകരം ട്വിസ്റ്റഡ് ആയി പോകും. ഇതേപോലെ സെക്ഷൻ നേരെ റെക്ടാംഗിൾ ആയിരുന്നു, അതിങ്ങനെ ഒരു പാരലമായിട്ട് ചുരുങ്ങും അല്ലെങ്കിൽ സൈഡ് ചേഞ്ച് ചെയ്യും. സോ ഇങ്ങനെ 4 മോഡ്സ് ഓഫ് ഫെയിലിയേഴ്സ് ആണ് ലാറ്റിസ് കോളത്തിനുള്ളത്. ഇനി ലൈസിംഗ് ബാറിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ. ജനറലി ഫ്ലാറ്റ് സെക്ഷൻ, അതായത് ഫ്ലാറ്റ് പ്ലേറ്റോ അല്ലെങ്കിൽ ആംഗിൾ സെക്ഷനോ ആണ് നമ്മൾ ലൈസിംഗ് ബാർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദ പർപ്പസ് ഓഫ് ലൈസിംഗ് ഈസ് ടു ഹോൾഡ് വേരിയസ് പാർട്സ് ഓഫ് ദ കോളം സ്ട്രെയിറ്റ്, പാരലൽ ആൻഡ് അറ്റ് എ കറക്റ്റ് ഡിസ്റ്റൻസ് അപ്പാർട്ട് ആൻഡ് ടു ഈക്വലൈസ് ദ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ ദ വേരിയസ് പാർട്സ്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ഡ്യൂട്ടീസ്. ലൈക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കോളം നിർത്തണം, പാരലൽ ആയിട്ട് സ്പേസിംഗ് നിർത്താൻ പറ്റണം, ആൻഡ് ടു ഈക്വലൈസ് ദ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ ദ വേരിയസ് പാർട്സ്. ലൈസിംഗ് ബാർ ഷുഡ് നോട്ട് പ്രൊജക്ട് ബിയോണ്ട് ദ കോളം സെക്ഷൻ. ഇത് ക്ലിയർ ആണ്. ഇതിപ്പോ ഇതെടുക്കുവാണെങ്കിൽ ഈ ലൈസിംഗ് ബാർ ഒരിക്കലും ഈ കോളത്തിന്റെ ടോട്ടൽ ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പാടില്ല. ഷുഡ് ബി ഓൺ ദ ഇൻസൈഡ് ദ കോളം ഡയമെൻഷൻസ്. Lacing is
connected to the main member by one bolt or rivet. ഞാൻ പറഞ്ഞു ഒരു ബോൾട്ടോ അല്ലെങ്കിൽ റിവറ്റോ ആണ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഡബിൾ ലൈസിംഗ് ആണെങ്കിൽ നമുക്ക് അതിന്റെ സെന്ററിനോട് ആവശ്യമുണ്ട്. ലൈസിംഗ് മെമ്പേഴ്സ് ആർ ഡിസൈൻഡ് ആസ് കംപ്രഷൻ മെമ്പർ. ഇപ്പൊ ജനറലി നമ്മൾ എന്തുകൊണ്ട് നമ്മൾ കംപ്രഷൻ മെമ്പർ ഡിസൈൻ ചെയ്യുന്നത്? എൻ ഐഡിയ ലൈസിംഗ് മെമ്പേഴ്സ് ആർ ജനറലി ഡിസൈൻഡ് ആസ് കംപ്രഷൻ മെമ്പർ. എനിവൺ ടെൽ എന്തുകൊണ്ടാണെന്ന്? ഒന്ന് ആലോചിച്ച് നോക്ക്. ലൈസിംഗ് മെമ്പറിൽ ശരിക്കും ടെൻഷനും കംപ്രഷനും ആക്ട് ചെയ്യാം. ബട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന കംപ്രഷൻ മെമ്പർ ആയിട്ടാണ്. എന്താണ് റീസൺ? ആരാ പറയാ? കോളവും അണ്ടർ കംപ്രഷൻ ആയതാണോ? അല്ല, കോളം കംപ്രഷൻ ആണ്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ലാറ്ററൽ ലോഡ് വരുമ്പോൾ, ലാറ്ററൽ ആയിട്ട് സൈഡ് ലോഡ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ടെൻഷനും കംപ്രഷനും ഉണ്ടാവാം. പക്ഷെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ലേസിംഗ് എപ്പോഴും കംപ്രഷനായിട്ട് ഡിസൈൻ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഓക്കെ, ഞാൻ പറയാം. അതായത് നമുക്ക് പൊതുവേ ഉള്ള ഒരു അറിവുണ്ട്. അതായത് എപ്പോഴും സ്റ്റീല് കംപ്രഷനിൽ സ്ട്രോങ് ആണ്, സ്റ്റീൽ കംപ്രഷനിൽ വീക്ക് ആണ്, ടെൻഷനിൽ സ്ട്രോങ് ആണ്. അറിയില്ല അത്? അതേപോലെ കോൺക്രീറ്റിന്റെ കേസിൽ കോൺക്രീറ്റ് എപ്പോഴും കംപ്രഷനിൽ സ്ട്രോങ് ആണ്, ടെൻഷനിൽ വീക്ക് ആണ്. സോ ഇപ്പൊ നമ്മൾ ഈ ഒരു ലേസിംഗ് മാത്രം എടുക്കുവാണെങ്കിൽ, ഇതെടുക്കുവാണെങ്കിൽ നമുക്കൊരു കംപ്രഷൻ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഇവിടെ ബക്കിൾ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഈ ലൈസിങ് ഇതേപോലെ ഫെയിൽ ആവാൻ സാധ്യത കൂടുതലാണ്. ബട്ട് ടെൻഷനിലാണെങ്കിൽ എന്തൊക്കെ വന്നാലും ഇതിന്റെ ഈൽഡ് സ്ട്രെസ്സിനേക്കാളും മുകളിൽ പോകും. കണക്ഷൻ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. അത് സെയിം കണ്ടീഷനാണ്. കണക്ഷൻ സ്ട്രോങ് ആയ കേസിൽ കംപ്രഷൻ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഒരുപാട് സ്ലെൻഡർ ആണെങ്കിൽ, ലെങ്ത് വളരെ കൂടുതലാണെങ്കിൽ ഈ ഒരു ലൈസിംഗ് ബാർ ബെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന്റെ സ്ട്രെങ്ത് ഈൽഡ് സ്ട്രെസ്സിനേക്കാളും താഴെ പോകും, നമ്മൾ എപ്പോഴും കാണുന്നത് പോലെ. ടെൻഷൻ ആണെങ്കിൽ എപ്പോഴും ഇറ്റ് വിൽ ബി എഫ് ഐ വാല്യൂ എന്തായാലും ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും കംപ്രഷൻ മെമ്പർ ഡിസൈൻ ചെയ്യുകയും ചെയ്യും, ടെൻഷനിൽ ജസ്റ്റ് ചെക്ക് ചെയ്യുകയും ചെയ്യും. Because compressionally strong ആണെങ്കിൽ it will be okay in tension also. Continuing, so lacings രണ്ട് ടൈപ്പ് ഉണ്ട്. സിംഗിൾ ലൈസിംഗ്, ഡബിൾ ലൈസിംഗ് ഉണ്ട്. അതിന്റെ അഗെയിൻ ഫിഗർ കാണിച്ചിരിക്കുന്നതാണ്. ഒരു പ്രോപ്പർ ആയിട്ട് ഡീറ്റെയിൽസ് കൂടുതലുണ്ട്. ലേസ്ഡ് കോളംസ് ആകുമ്പോൾ ഒരു ടൈപ്പ് ലൈറ്റ് എന്തായാലും വേണം രണ്ട് എൻഡിലായിട്ട്. ടൈപ്പ് ലൈറ്റ് വി ഹാവ്, ഇത് ശരിക്കും രണ്ട് ചാനലാണ്. ചാനൽ 1 ആൻഡ് ചാനൽ 2 വി ഹാവ് ടൈപ്പ് ലൈറ്റ് ഉണ്ട് ഹോൾഡ് ചെയ്യാനായിട്ട്. ഇൻ ബിറ്റ്വീൻ ലൈസിംഗ്, ഇത് സിംഗിൾ ലൈസിംഗ് ആണ്. അപ്പോൾ ചാനൽസ് ഫേസ് ടു ഫേസ് കണക്റ്റഡ് ബൈ സിംഗിൾ ലൈസിംഗ്. ഇത് ചാനൽ സെക്ഷൻ എന്താണ് ബാക്ക് ടു ബാക്ക് ആണ്. ഇത് ഫേസ് ടു ഫേസ്, ഇത് ബാക്ക് ടു ബാക്ക് ആണ്. ചാനൽസ് ബാക്ക് ടു ബാക്ക് കണക്റ്റഡ് ബൈ സിംഗിൾ ലൈസിംഗ്. സെയിം ടൈപ്പ് ലൈറ്റ്, ലൈസിംഗ്, ചാനൽ. അതേപോലെ തന്നെ ഓക്കെ, ടൈപ്പ് ലൈറ്റ്, ആംഗിൾ ലൈസിംഗ്, ആംഗിൾസ് കണക്റ്റഡ് ബൈ സിംഗിൾ ലൈസിംഗ് ഷോൺ ഓൺ ദ 2 ഫേസസ് ഓൺലി. ഇത് ശരിക്കും 4 ആംഗിൾ ആണ് കേട്ടോ. ഒരു ആംഗിൾ ഇവിടെ, ഒരു ആംഗിൾ ലൈക്ക് 1, 2, 3, 4 ആംഗിൾസും വെക്കുമ്പോൾ നമുക്ക് ഇത്തിരി കൂടുതൽ ലേസിങ്സിന്റെ ആവശ്യം, എല്ലാ ഡയറക്ഷനിലും ലേസിങ്സ് വേണം. 2 സൈഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ അതിന്റെ മോർ ഫിഗേഴ്സ് ആണത്. സിംഗിൾ ഫ്ലാറ്റ് ലേസിംഗ്, നോൺ ഇന്റർസെക്റ്റിംഗ്. അപ്പൊ നമുക്ക് ഇത് കുറെ ഓപ്ഷൻസ് ആണ്. അപ്പൊ അതിന്റെ ഏതാണ് റെക്കമെൻഡ് ചെയ്തത് ഏതല്ല എന്ന് പറയുന്നുണ്ട്. സിംഗിൾ ഫ്ലാറ്റ് ലേസിംഗ്, നോൺ ഇന്റർസെക്റ്റിംഗ്, ഇതിൽ കണ്ടോ? അതായത് ഈ ഒരു സ്റ്റീലിന്റെ സ്ട്രിപ്പ് അടുത്ത സ്റ്റീൽ സ്ട്രിപ്പ് കണക്ഷൻ ഇല്ല. ദെൻ സ്റ്റീൽ ഫ്ലാറ്റ് ലേസിംഗ്, ഇന്റർസെക്റ്റിംഗ്, തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. ദെൻ സിംഗിൾ ഫ്ലാറ്റ് ലേസിംഗ്, നോൺ മിറർ ഇമേജ്. ബേസിക്കലി നമുക്ക് ഇതിന്റെ ഈ സൈഡിലും ബാക്ക് സൈഡിലും ലേസിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് രീതിയിലാണ്. അതായത് ഇതിങ്ങനെ പോകുന്നതിന് ശരിക്കും ഇതിന്റെ റിപ്ലിക്ക ആയിട്ട് ബാക്കിൽ വന്നാലാണ് അത് ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കുക. ബിക്കോസ് എന്നാലും എഫക്റ്റീവ് ആയിട്ട് ലോഡ് അല്ലെങ്കിൽ സ്ട്രെസ് മാനേജ്മെന്റ്, സ്ട്രെസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ മിറർ അല്ലെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് റെക്കമെൻഡ്. ആൻഡ് ഡബിൾ ഫ്ലാറ്റ് ലേസിംഗ്, ഇങ്ങനെ ഡബിൾ ഫ്ലാറ്റ് ലേസിംഗ്. ദെൻ വി ഹാവ് ദ ഡബിൾ ഫ്ലാറ്റ് ലേസിംഗ് വിത്ത് പാറ്റേൺ. ബിക്കോസ് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഇല്ല, ശരിക്കും ഇത് അൺനെസറി ആണ് ഇങ്ങനെ എക്സ്ട്രാ ആയിട്ട് ഒരു ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. It's not recommended.